കുവൈത്തിൽ നിന്ന് 2 സഹോദരന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. അടുത്ത ആഴ്ച അവർ കാണുമെന്ന് വിശ്വസിക്കുന്നു. സഞ്ജു ഉണ്ടല്ലോ അല്ലേ? ദൈവവചനത്തിന് മുമ്പാകെ വീണ്ടും നാം ഇരിക്കുവാനായിട്ടാണ് പോകുന്നത്. പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്കായിരിക്കാം. ഞാൻ മുൻപേ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ ജൂലൈ 1-ാം തീയതി ബുധനാഴ്ചയാണ് നമ്മുടെ ആ പുതിയ ഭവനത്തിൻ്റെ സ്തോത്ര ശുശ്രൂഷ. 9:30-ക്കാണ്, കൃത്യം 9:30 മണിക്ക് തന്നെ ശുശ്രൂഷ ആരംഭിക്കാനാണ് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും 9:15 ആ സമയം, ഒരു 9:15 ആകുമ്പോഴേക്കും തന്നെ ആ ഭവനത്തിൽ എത്തിച്ചേരണം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ലൊക്കേഷനും മറ്റു കാര്യങ്ങളും നമ്മുടെ അസംബ്ലി ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. നേരത്തെ ആരംഭിച്ചാൽ കാലാവസ്ഥയും പ്രതികൂലമാണ്, അന്ന് ചിലർ യാത്ര ചെയ്യുവാനായിട്ടുണ്ട്. അതുകൊണ്ട് സമയത്ത് തന്നെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് എല്ലാവരും ആ വിധത്തിൽ പ്രാർത്ഥനയോടുകൂടി ഒരുക്കത്തോടുകൂടി അതിൽ പങ്കെടുക്കുക എന്ന് ഉള്ള വിഷയം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പ്രിയ കർത്താവിൻ്റെ ദാസൻ അശോക് മോക്ക അദ്ദേഹത്തിൽ നിന്ന് നാം കേട്ടു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം, ധാരാളം പ്രസംഗങ്ങൾ അതിനെ ആസ്പദമാക്കിയിട്ട് നാം കേട്ടിട്ടുണ്ട്. അവൻ ഭവനത്തിലുണ്ട് എന്നൊരു ശ്രുതി അത് വ്യാപിച്ചു എന്നത്. ഇറ്റ് വാസ് നോയ്സ്ഡ് ദാറ്റ് ഹി വാസ് ഇൻ ദറ്റ് ഹൗസ്. അവൻ ഭവനത്തിലുണ്ട് എന്നൊരു ശ്രുതി. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ശ്രുതി മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുന്നുണ്ടോ? അവൻ ആ ഭവനത്തിലുണ്ട് എന്നുള്ളൊരു ശ്രുതി മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ടോ? പ്രിയ സന്ദീപ് സഹോദരന് കർത്താവ് ദാനമായിട്ടൊരു പുതിയ ഭവനം നൽകുകയാണ്. ആ ഭവനത്തിൽ അവർ താൽക്കാലികമായിട്ടുള്ള താമസം പിന്നീട് സ്ഥിര താമസമാക്കുമ്പോൾ അവൻ അവിടെ ഉണ്ട് എന്നൊരു ശ്രുതി അതിൻ്റെ ചുറ്റിലേക്ക് പടരണം. എന്നാൽ മാത്രമേ ആ ഭവനം ഒരു ക്രിസ്തീയ ഭവനമായിട്ടും ഒരു വിശ്വാസിയുടെ ഭവനമായിട്ടും സ്ഥിതി ചെയ്യുവാനും കർത്താവിൻ്റെ വലിയ ഉദ്ദേശം അതിൽ കൂടെ നിറവേറുവാൻ അത് കാരണമായി തീരുവാനും സാധിക്കും. അനുഗ്രഹീതമായ ചിന്ത നൽകിയ ദേവദാസനെ ഓർത്ത് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ഇനി 1 വർഷമേ അശോക്കും കുടുംബവും നമ്മുടെ മധ്യത്തിലുള്ളൂ. അടുത്ത വർഷം ഈ സമയത്തേക്ക് അവരില്ല. ഇനി ഹയർ സ്റ്റഡീസിന് വല്ലതും വരുവാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരും. അതല്ലെങ്കിൽ അവരുടെ വേലസ്ഥലത്തേക്ക് അവർ മടങ്ങിപ്പോകും. അപ്പം അതുകൊണ്ട് ഇനി കുറച്ച് നാളുള്ളത് ആ മാസങ്ങൾ ആ കുടുംബമായിട്ടൊരടുത്ത ബന്ധം പുലർത്തുവാൻ കർത്താവ് സഭയായിട്ട് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സഭയിലേക്കാണ് അവർ മാക്സിമം കുടുംബമായിട്ട് കടന്നു വരുന്നത്. പ്രിയ അശോക്കും ലതാമണിയും അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞ് ജമീമ, അതുപോലെ വേറൊരു കുടുംബമുണ്ട്, സോനായും അതുപോലെ റുനിയും. അവർ 1 വർഷം കൂടെ ഉണ്ട്. അവർ 2028-ലായിരിക്കും അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. ഈ കുടുംബങ്ങളെ കർത്താവ് ഇവിടേക്ക് നയിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു കുടുംബം അവരുടെ IT മേഖലയിലുള്ള ഉന്നത ഉദ്യോഗം, ഇൻഫോസിസിലാണ് അവർ ജോലി ചെയ്തിരുന്നത്. ആ ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വിളിക്ക് വിധേയപ്പെട്ട് അവർ വചനം പഠിക്കുവാൻ വേണ്ടി BBAയിലേക്ക് കടന്നു വന്നു. ആരാന്ന് മനസ്സിലായോ? ആരെ? പേര് വരുന്നില്ല. അല്ലല്ല, ജോനാഥൻ ഹുക്കേരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി. അന്ന് 2 മക്കളായിരുന്നു. പിന്നീട് കർത്താവ് ഒരു കുഞ്ഞിനെ കൂടി ദാനമായിട്ട് കൊടുത്തു. അവരുടെ പ്രവർത്തന മുഖാന്തരമാണ് വിശ്വജിത്ത് കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്നത്. വിശ്വജിത്ത് മാത്രമല്ല, വിശ്വജിത്തിൻ്റെ കൂടെയുള്ള തൻ്റെ സഹോദരനും അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല, സ്നാനപ്പെട്ടു. ഇരുവരും ഡൽഹിയിലും അതുപോലെ ജൽപായ്ഗുഡി, ധൂപ്ഗുഡി എന്ന് പറയുന്ന സിലിഗുഡിയുടെ അടുത്ത് വെസ്റ്റ് ബംഗാളിലുള്ള ആ സ്ഥലത്ത് അവർ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സഭയിൽ കടന്നു വന്ന കുടുംബങ്ങൾ അവർ പ്രവർത്തിക്കുന്നു. ഈ കുഞ്ഞുങ്ങളും നമുക്കറിയാം, BBAയിലെ വിദ്യാർത്ഥികൾ അവർക്ക് അവസരം കിട്ടുന്ന സമയത്ത് അവർ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് വേണ്ടി അവർ കടന്നു പോകുന്നുണ്ട്. അത് പരിശീലനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അവരിൽ കൂടെ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ പരിണത ഫലങ്ങൾ ഏത് മേഖലയിലേക്ക് വ്യാപിക്കും, എവിടേക്ക് എത്തിച്ചേരും, അത് കർത്താവ് അറിയുന്നു. അതുകൊണ്ട് ആ ശുശ്രൂഷ ഓർത്ത് ദൈവമക്കൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക. ഈ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളെ ഓർത്തും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക. ഈ യാത്ര ദൈവമക്കൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥനയിൽ ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് യാതൊരു വിഘ്നവും കൂടാതെ തന്നെ എത്തിച്ചേരുമെന്ന് വിചാരിച്ചു. എന്നാൽ ഒരു ഫ്ലൈറ്റ് ഡിലേ ആയി. അപ്പോൾ ഡിലേ ആയതൊരു അനുഗ്രഹമായി.
കാരണം വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു. ഒരു കംപ്ലീറ്റ് ഡേ എനിക്ക് അബുദാബിയിൽ ചെലവഴിക്കാനായിട്ട് കഴിഞ്ഞു, എല്ലാ സൗകര്യത്തോടു കൂടി. ചിലരെ കാണാനായിട്ടൊരു ആഗ്രഹമുണ്ടായിരുന്നു. അടൂരിലെ സാംകുട്ടി ജോർജ്, നമ്മുടെ ബിലീവേഴ്സ് റിലീഫ് ട്രസ്റ്റ് അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സാംകുട്ടി ജോർജിന് മൂത്ത മകൻ അബുദാബിയിലുണ്ട്. മൂത്ത മകൻ കാലേബ് ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ശേഷം കഴിഞ്ഞ ഈ വർഷം 2026 മാർച്ചിൽ അവർക്ക് കർത്താവ് വീണ്ടും ഒരു കുഞ്ഞിനെ അല്ല, 2 കുഞ്ഞിനെ അല്ല, 3 കുഞ്ഞിനെ, ട്രിപ്ലെറ്റ്സിനെയാണ് കർത്താവ് ദാനമായിട്ട് കൊടുത്തത്. അതുകൊണ്ട് അവർക്ക് നാട്ടിൽ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എയർലൈൻസിനനുസരിച്ച് പേരൻസ് 2 പേരുണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങളെ കൊണ്ടുവരാം. അപ്പോൾ മൂന്നാമത്തെ കുഞ്ഞിനെ കൊണ്ടുവരണമെങ്കിൽ ഒരാളെ കൂടി സംഘടിപ്പിക്കണം. ആ ഒരു സ്ഥിതിയിലാണ്. അങ്ങനെ 4 ആമക്കളാണ്. ഈ 4 മക്കളുമായിട്ട് അവർ വട്ടം തിരിയുന്നത് ഞാനൊന്ന് കാണാനായിട്ട് അന്ന് സാധിച്ചു. ആ സഭയിലുള്ള മറ്റ് സഹോദരന്മാരും അന്ന് വൈകുന്നേരം അവിടെ കടന്നു വന്നു. വളരെ അനുഗ്രഹീതമായൊരു സമയം തന്നെയായിരുന്നു. മറ്റു കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒക്ടോബർ മാസം, അതിനുശേഷം ഏപ്രിൽ, അതിനുശേഷം ഈ മാസം ഇങ്ങനെയുള്ള മിഷൻ ട്രിപ്പിലേക്ക് ദേശത്തും വിദേശത്തും പോകുവാനായിട്ടുള്ള അവസരങ്ങൾ കർത്താവ് തന്നു. ഒരു മിഷൻ ഈവനിങ് ആയിട്ട്, ഈ സുവിശേഷ ദൗത്യത്തിൻ്റെ ഒരു സന്ധ്യയായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാനായിട്ട് അത് സഹായകമായിരിക്കും. അങ്ങനെ ഒന്ന് ക്രമീകരിച്ചാൽ വളരെ നന്നായിരിക്കും. കർത്താവ് അതിനായി മുഖാന്തരങ്ങൾ ഒരുക്കട്ടെ. എന്നാൽ 1-2 കാര്യങ്ങൾ മാത്രം ഈ പ്രദേശത്തെക്കുറിച്ച് ഞാനൊന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഭൂഖണ്ഡത്തിലേക്ക് കടന്നു പോകുന്നത്. മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് ഒന്നിലധികം പ്രാവശ്യം കടന്നു പോയിട്ടുണ്ടെങ്കിലും ആഫ്രിക്കയിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു പോകുന്നത്. ഇത്യോപ്യയിൽ കടന്നു പോയത് ഞങ്ങളുടെ 4 വർഷത്തിലൊരിക്കൽ ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒരു കൺസൾട്ടേഷൻ, അതിൻ്റെ ഒരു കോൺഫറൻസ് ഈ വർഷം അത് ഇത്യോപ്യയിലായിരുന്നു. ഇതിനു മുമ്പുള്ള എല്ലാ കോൺഫറൻസസും അത് US-ലായിരുന്നു. എന്നാൽ പലർക്കും, പല രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവർക്ക് US-ലേക്കുള്ള വിസ ലഭിക്കാത്ത ഒരു സ്ഥിതി ആയതുകൊണ്ട് വിസ ഓൺ അറൈവൽ, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഓൺലൈൻ വിസ അപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യത്ത്, ഒരു ന്യൂട്രൽ സ്ഥലത്ത് അത് ക്രമീകരിക്കാമെന്ന നിലയിലാണ് ഇത്യോപ്യയിൽ അത് ക്രമീകരിച്ചത്. താരതമ്യേന അവിടുത്തെ ചെലവുകളും അല്പം കുറവാണ്. ആ പ്രദേശത്ത് ബ്രദറൻ ശുശ്രൂഷകൾ ആരംഭിച്ചത് 1952-ലാണ്, 1952. എന്നാൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തനം മുൻപോട്ട് പോയത് 1991-ലാണ്. എന്താ സംഭവിച്ചത്? 91 UK-യിൽ 53 വയസ്സുള്ള റോബർട്ട് ഡി എന്ന് പറയുന്ന ഒരു ദേവദാസൻ, അദ്ദേഹം ദീർഘനാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് ഇന്ത്യയിലേക്ക് വരണമെന്ന്. അപ്പം അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും 90 മുതൽ അദ്ദേഹം ആരംഭിച്ചു. എന്നാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യ രാജ്യം പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. അദ്ദേഹം എന്നോട് വളരെ സങ്കടത്തോടുകൂടിയാണ് അത് പങ്കുവെച്ചത്. I wanted to come to India, but your government said no. അങ്ങനെ എനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റിയില്ല, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അന്ന് ആ ദിവസങ്ങളിൽ അവർ എസ്തറിൻ്റെ പുസ്തകം വായിക്കാനായിട്ട് ആരംഭിച്ച സമയത്ത് 1-ാം അധ്യായം 1-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ആ വാക്യം ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എസ്തറിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അഹശ്വേരോസിൻ്റെ കാലത്ത് ഹിന്ദു ദേശം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വേരോസ് ഇവൻ തന്നെ. ഇപ്പോൾ ഹിന്ദു ദേശം മുതൽ കൂശ് വരെ, ഫ്രം ഇന്ത്യ ടു ഇത്യോപ്യ. കൂശ് ദേശം എന്ന് പറയുന്നത് അത് ഇത്യോപ്യയാണ്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഐ തിങ്ക് ഗോഡ് വാണ്ട്സ് us to go to ഇത്യോപ്യ. അങ്ങനെ അവർ ഇന്ത്യ എന്നുള്ള ആ ഒരു കാര്യം അവർ ക്യാൻസൽ ചെയ്തു, ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി. അതിന് പകരമായിട്ട് അവർ ഇത്യോപ്യയിലേക്ക് പോകാൻ ഒരുങ്ങി. അങ്ങനെ 91 അവർ ഇത്യോപ്യയിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന സമയത്ത് 6 സഭകൾ, ബ്രദറൻ സഭകൾ മാത്രമേ ഉള്ളൂ. ഇവാഞ്ചലിക്കൽ ചർച്ചസ് ഉണ്ട്, കാത്തലിക് ചർച്ചസ് ഉണ്ട്, മറ്റ് ചർച്ചസ് എല്ലാം ഉണ്ട്. എന്നാൽ ബ്രദറൻ ചർച്ചസ് അന്ന് ഉണ്ടായിരുന്നത് 6 ചർച്ചസാണ്. 36 വർഷം അവർ ആ പ്രദേശത്ത് നിന്നു പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി 2-3 വർഷങ്ങൾക്ക് മുമ്പ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതിനുശേഷമാണ് അദ്ദേഹം താൽക്കാലികമായിട്ട് UK-യിലേക്ക് മടങ്ങിപ്പോയത്. പോയതിൻ്റെ കാരണം
താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലസഭ പറഞ്ഞു ഇനി തനിയെ അവിടെ പാർക്കേണ്ട, അതുകൊണ്ട് മടങ്ങി വരണം എന്ന് പറഞ്ഞ് ആ നിർബന്ധം മൂലമാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. എന്നാൽ ഈ കോൺഫറൻസിന് അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി കടന്നു വന്നു. 89 വയസ്സുണ്ട്, നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ 91 മുതൽ ഈ 2025 വരയ്ക്കും, കഴിഞ്ഞ വർഷം വരയ്ക്കും അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പോകാറുണ്ട്. അങ്ങനെ 35-36 വർഷത്തെ പ്രവർത്തനം, അതിൻ്റെ ഫലം കർത്താവ് കാണിച്ചു തന്നത് ഇന്ന് ഏകദേശം 380 ബ്രദറൻ സഭകളാണ് ഇത്യോപ്യയിലുള്ളത്. 380 ചർച്ചസ്. ദൈവത്തിന് സ്തോത്രം. 6 സഭ 36 വർഷത്തിൽ 380 സഭകളായിട്ട് വളർന്നു വന്നു. എത്ര വിശ്വാസികളാണ് അവിടെ ഉള്ളത്? കണക്കില്ല. ബ്രദറൻ വിശ്വാസികൾ, അതായത് ദൈവവചന പ്രകാരമുള്ള വിശ്വാസികൾ. അതിനൊരു വലിയ കൂട്ടം അവിടെ ആയിരിക്കുന്നു. ഗവൺമെൻറ് അവിടുത്തെ ബ്രദറൻ ചർച്ചിനെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണ്. ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ച് കൗൺസിൽ ഇൻ ഇത്യോപ്യ. അതിൻ്റെ നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് അത് അഡീസ് അബാബ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. ദൈവവചന പ്രകാരം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ആഫ്രിക്കയിൽ ഈ പറയുന്ന ബ്രദറൻ വിശ്വാസികൾ പാട്ട് പാടുമ്പോൾ ഡാൻസ് ചെയ്യും. അതെങ്ങനെയാണ്? എനിക്ക് ഉത്തരമില്ല. കാരണം അവരുടെ ബ്ലഡിൽ ഡാൻസ് ഉണ്ട്. അവർ പാട്ട് പാടുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവർ ഡാൻസ് ചെയ്യും. അപ്പോൾ ആ പ്രാക്ടീസസ് ഒന്നും നമുക്ക് കളയാനായിട്ട് ഇതുവരെയ്ക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവരുടെ നിർമ്മലമായ വിശ്വാസം, അതുപോലെ ആത്മീയ സ്നേഹം അതിവ്യക്തമായിട്ട് കാണുവാനും ആസ്വദിപ്പാനും ഒരു അവസരം കർത്താവ് നൽകി തന്നു. ദൈവത്തിന് സ്തോത്രം. ആ പ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ സഭയിലെ കുടുംബങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. എന്നാൽ അതിലും ഒരു 3 സ്റ്റെയറായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, അതിൽ തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളെ അല്പം സ്പെസിഫിക് ആയിട്ട്, അതുപോലെ ചില രാജ്യങ്ങളെയും നമുക്ക് തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. ഒന്നുമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സന്ധ്യ, ഒരു മിഷൻ സന്ധ്യ ആയിട്ട് നമുക്ക് ഈ പറയുന്ന മിഷൻ ട്രിപ്പിൽ കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതും അതെല്ലാം പങ്കുവെക്കുവാനായിട്ടുള്ളൊരു സമയം ഒരുക്കുവാണെങ്കിൽ കൂടുതൽ വിശദമായിട്ട് ആ കാര്യങ്ങൾ പങ്കുവെക്കുവാനായിട്ട് സാധിക്കും. 36 വർഷത്തെ ആ പിതാവ് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പങ്കുവെക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ശോഭ അത് മറക്കുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കും, കർത്താവ് എന്നെ ഇവിടേക്ക് എന്തിനാണ് കൊണ്ടുവന്നത്? വീണ്ടും ഒഡീഷയിലേക്ക് മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് കർത്താവ് വിളിക്കാത്തത് എന്ത് എന്നൊരു ചിന്ത ഇപ്പോഴും മനസ്സിൽ ഭരിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഓരോ മാസത്തിലും തന്നെ കുറച്ച് ദിവസങ്ങൾ പോയി വരുമ്പോൾ, പണ്ട് ടി കെ ശമുൽ സാർ പറയുന്ന പോലെ, ഒരു പരസ്യ ശുശ്രൂഷയിൽ പോയി പ്രസംഗിച്ച് കഴിയുമ്പോൾ ഉള്ള ആ ഒരു ഊർജ്ജസ് ശക്തി അത് മറ്റൊന്നിനും ലഭിക്കില്ല എന്ന് പറയുന്ന പോലെയാണ് ഒരു മിഷൻ ട്രിപ്പിൽ പോയി മടങ്ങി വരുമ്പോൾ കിട്ടുന്ന ഉത്സാഹം. ഇന്ന് രാവിലെ 7:45 ഞാൻ വീട്ടിലെത്തിയത്. ഞാൻ ഇടയ്ക്ക് ബെൻസിയെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 8 മണിയാകുമ്പോഴേക്കും 8-8:15 ആകുമ്പോഴേക്കും എത്തുമെന്ന്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു നല്ലൊരു സുഹൃത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സജി സഹോദരൻ്റെ കസിനാണ് ആശിഷ്. അത് ഓവർ ഹിയർ ചെയ്തു. എന്നാൽ പിന്നെ ഞാൻ 7:45 7:30 വീട്ടിലെത്തിക്കാമെന്നുള്ള സ്പീഡിൽ എന്നെ കൊണ്ടുവന്നു. വളരെ ക്ഷീണമുണ്ട്, എങ്കിലും ഈ ഒരു സ്ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ള ഊർജ്ജസ്, ഉത്സാഹം, സന്തോഷം അത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പ്രദേശത്തുള്ള വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഇത്യോപ്യൻ കോഫി ഈ സഭയിൽ എല്ലാവർക്കും സെർവ് ചെയ്യണം. ഐ റിയലി വാണ്ടഡ് ടു സെർവ് ഇത്യോപ്യൻ കോഫി. എന്നാൽ ഞാൻ അഫോർഡ് ചെയ്യുന്നതിൻ്റെ വെളിയിലാണ്. ഞാൻ ഒന്ന് തിരക്കി, ഒരു നല്ല ക്വാളിറ്റി കോഫി, ചിലപ്പോൾ ചീപ്പായിരിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു. അന്വേഷിച്ച് വന്നപ്പോൾ 1 കിലോ ഇത്യോപ്യൻ നല്ല ഗ്രൗണ്ട് കോഫി അത് ഏകദേശം 8000 രൂപയാണ് 1 കിലോയ്ക്ക്. അപ്പോൾ ഞാൻ ആ ചിന്തയെ ഉപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കുക. എന്നാൽ ഈ ഒരാഴ്ച മൊത്തം ഞാനത് കുടിച്ചു. അത് പണ്ട് പറയുന്ന പോലെ, ദില്ലി കാ ലഡ്ഡു ജോ ഖായ വോ പസ്തായ, ജോ നഹീ ഖായ വോ ഭി പസ്തായ.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു ചെറിയ ചിന്ത ഈ നാളുകളിൽ എന്നോട് സംസാരിച്ചിരിക്കുന്ന ഒരു ചിന്ത പങ്കുവച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം, അതിൻ്റെ ആദ്യ ചില വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഹീബ്രൂസ്, ദ ഇനീഷ്യൽ 8 വേഴ്സസ്. എബ്രായ ലേഖനം അതിൻ്റെ 13-ാം അധ്യായം, അതിൻ്റെ ആദ്യ 8 വാക്യങ്ങൾ വായിക്കാനായിട്ടുള്ള നമുക്ക് സമയമില്ല. എബ്രായ ലേഖനത്തിൻ്റെ പ്രത്യേകതകൾ ധാരാളമുണ്ട്. There are many unique things about this particular epistle. ഏറ്റവും വലിയൊരു യുണീക്നെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലേഖനക്കാരന്, രചയിതാവ് ആരാണെന്നുള്ളത്, അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ഒരു തെളിവ് നമുക്ക് എവിടെ നിന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ ആസ്പദമാക്കിയിട്ട് കമൻട്രീസ്, മറ്റ് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന എല്ലാവരും തന്നെ അവർ പറയുന്നത്, സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ദൈവത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കും ഈ എബ്രായ ലേഖനം ആരാ എഴുതിയതെന്നുള്ളത് ദൈവത്തോട് ചോദിക്കും. പലരും വേദപണ്ഡിതന്മാർ പല അഭിപ്രായം പറയാറുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് പൗലോസ് അപ്പൊലോസിൻ്റെ സഹായത്തോടുകൂടെ ഈ ലേഖനം എഴുതിയെന്നത്. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കൺവിക്ഷനാണ്. അതൊരു പ്രത്യേകതയാണ്. അതുകൂടാതെ ബെറ്റർ തിങ്സ്, മെച്ചമായത്, അല്പം കൂടി ഉത്തമമായത്, അത്യുത്തമമായത് എന്ന് സുപ്പീരിയർ ആയിട്ടുള്ളതും ബെറ്റർ തിങ്സ്, അല്പം കൂടി മെച്ചമായത് വിവരിച്ചു പറയുന്ന ഒരു പുസ്തകം കൂടിയാണ് എബ്രായ ലേഖനം. എബ്രായ വിശ്വാസികളെ കേന്ദ്രീകരിച്ചാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ നമുക്കെല്ലാവർക്കും കർത്താവ് അത് അനുഗ്രഹമാക്കി നൽകിയിരിക്കുന്നു. അതും ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. The book speaks about the better things and also about the superior things, something which is not just super but it is superior, not just good but better. So that speaks of the comparative degree in which Christ and his sacrificial death and the life that he gives, that is all better than the normal things, the normal course of things. അപ്പോൾ മെച്ചമായത്, അതിനനുസരിച്ച് ആ ഒരു പ്രിവിലേജ്, ആ നന്മകൾ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ടുള്ള ചില ബിഹേവിയർ ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ ഈ സന്ദേശത്തെ ഒരു തലക്കെട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. ദ ബിഹേവിയർ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ബെറ്റർ തിങ്സ്. ബിഹേവിയർ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ബെറ്റർ തിങ്സ്. മെച്ചമായ ആ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന ആ പ്രായോഗികമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ദൗത്യം, അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങളാണ് 13-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. ഇതിൻ്റെ അവസാനത്തെ 3 അധ്യായം ചേർത്ത് വായിക്കുന്നതും വളരെ നല്ലതാണ്. 11, 12, 13 എബ്രായ ലേഖനത്തിലെ അവസാനത്തെ 3 അധ്യായങ്ങൾ, the last 3 chapters of this book we must read together. കാരണം ഇത് അപ്പോസ്തലനായ പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങളിൽ നാം കാണുന്ന പോലെ പൗലോസിൻ്റെ ട്രയാഡ്, അല്ലെങ്കിൽ പൗലോസ് ഊന്നൽ കൊടുത്ത് പറയുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ആ 3 വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള അധ്യായങ്ങളാണ് ഈ 11, 12, 13 അധ്യായം. These 3 chapters that speaks about the Paul's triad, that is faith, hope and, now you fill the blank. Faith, hope and love. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോൾ ഈ 11, 12, 13 ഈ 3 അധ്യായങ്ങൾ അതിനെ വിവരിച്ച് പറയുന്ന അധ്യായങ്ങളാണ്. When we read the chapter 11, that speaks of the examples of faith. വിശ്വാസത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, മാതൃകകളെ വിവരിക്കുന്ന അധ്യായമാണ് 11-ാം അധ്യായം. And chapter 12, that speaks about the encouragement that we receive by faith. നമുക്ക് ലഭിക്കുന്ന പ്രോത്സാഹനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 12-ാം അധ്യായത്തിലാണ്. And chapter 13, that speaks of the evidence of faith that should reflect in our lives. So 11, example of faith; 12, encouragement by faith; and chapter 13,
എവിഡൻസ് ഓഫ് ഫെയ്ത്ത് ഇൻ അവർ ലൈഫ്സ്. വേറൊരു വേദപണ്ഡിതൻ അതിന് വിവരിച്ച് പറഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ 11 ദാറ്റ് സ്പീക്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഫെയ്ത്ത്. വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ് ഈ എബ്രായ ലേഖനത്തിന് 11-ാം അധ്യായം. ആൻഡ് വെൻ വി കം ടു ചാപ്റ്റർ 12 ദാറ്റ് സ്പീക്സ് ഓഫ് ദ പാറ്റേൺ ഓഫ് ഫെയ്ത്ത്, ആ വിശ്വാസത്തിൻ്റെ ഒരു രേഖാചിത്രം നാം കാണുന്നത് 12-ാം അധ്യായത്തിൽ. ആൻഡ് വെൻ വി കം ടു ചാപ്റ്റർ 13 ദാറ്റ് സ്പീക്സ് ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫെയ്ത്ത്. ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളത്. സോ ഇത് മൂന്നും ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഒന്ന് എക്സാമ്പിൾ, എൻകറേജ്മെൻറ്റ്, ദെൻ എവിഡൻസ്. മറ്റേത് 3P ആണ്: പീപ്പിൾ ഓഫ് ഫെയ്ത്ത്, പാറ്റേൺ ഓഫ് ഫെയ്ത്ത് ആൻഡ് പെർഫോമൻസ് ഓഫ് ഫെയ്ത്ത്. 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട് ചിലരുടെ പേരവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ആരംഭ ഭാഗത്ത് നാം കാണുന്നു വളരെ വ്യക്തമായിട്ട് ഹാബേലിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ പറയുന്നത് നോഹയെക്കുറിച്ചാണ്. അത് ദൈവാത്മാവ് ആ വിധത്തിൽ ക്രമീകരിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അത് നമ്മൾ പലപ്പോഴും കേട്ട ഒരു സത്യമാണ്. എന്തുകൊണ്ടാണ് ആ ഓർഡറിൽ അവിടെ കൊടുത്തിരിക്കുന്നത്? ക്രോണോളജിക്കൽ ഓർഡറിലാണ്, ശരിയാണ്. എന്നാൽ ഈ 3 പേരുടെ പേരാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആരുടെ എല്ലാം പേര്? As you start scanning the initial verses of chapter 11, we read about Abel, we read about Enoch, and then we read about Noah. Why these 3 names are highlighted? എന്തുകൊണ്ടാണ് ഈ 3 പേരുകൾ എടുത്ത് ലേഖനക്കാരൻ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത്? അതിനുശേഷം മറ്റ് വിശ്വാസവീരന്മാരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ പേരൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് 35-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിൽ പലരും അവരുടെ ജീവൻ നഷ്ടമായി, അവർ നഷ്ടം സഹിച്ചു, അവർ പരാജയപ്പെട്ടു. എങ്കിലും അവരുടെ പേരും വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നാം കാണുന്നു. ഈ 3 പേരുടെ പേര് അവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് തന്നെ ഒരു ആത്മീക പാഠം നമ്മെ പഠിപ്പിക്കുന്നു. എന്തൊക്കെയാണ്? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വർഷിപ്പ്, വാക്ക് ആൻഡ് വിറ്റ്നസ്, ആരാധനയും ദൈവത്തോടു കൂടെയുള്ള നടപ്പും അതുപോലെ തന്നെ ദൈവത്തെ സാക്ഷീകരിക്കുന്ന ഒരു ജീവിതം, അത് അത്യന്തം ആവശ്യമുള്ള 3 വിഷയങ്ങളാണ്. ഈ ഭൂമുഖത്ത് ദൈവമക്കളായി നമ്മളായിരിക്കുമ്പോൾ ആരാധന പരമപ്രധാനമായ ഒരു ജീവിതത്തിലെ നമ്മുടെ ഒരു ഭാഗമാണ്. രണ്ടാമത്തേത് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ ദൈവത്തോടു കൂടെ നടക്കുക, അവർ വാക്ക് വിത്ത് ദ ലോർഡ്. മൂന്നാമത്തേത് അവർ വർക്ക് ആൻഡ് വിറ്റ്നസ്. നോവ പെട്ടകം പണിയുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് അവരോട് പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ ഈ വിധത്തിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് മാർക്കറ്റ് പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുക, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പണിഞ്ഞുകൊണ്ടേ ഇരിക്കുക. വർഷിപ്പ്, വാക്ക് ആൻഡ് വർക്ക് ആൻഡ് വിറ്റ്നസ്. 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വിശ്വാസവീരന്മാരുടെ പട്ടിക മുഴുവനും പറഞ്ഞിട്ട് 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി ഇരുന്നു. അങ്ങനെയാണ് അധ്യായം അവസാനിക്കുന്നത്. 12-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്രയും വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. 2-ാം വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇത്രയും ഒരു വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റിലുള്ളപ്പോഴും ഇവിടെ ലേഖനക്കാരൻ പറയുന്നത് ആരെ നോക്കണം എന്ന്? ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്, അവനെ നോക്കുക, ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. അതിനുശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രാരംഭ ഭാഗത്ത് തന്നെ വളരെ പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മാത്രം ഓരോ വാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 13-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യം എന്താണ്? നമ്മൾ
വായിച്ച് അതിൻ്റെ യാതൊരു ഇമ്പോർട്ടൻസ് നമ്മുടെ മനസ്സിലില്ല. നമ്മൾ വായിച്ചങ്ങ് പോകും. ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ. ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ. നമ്മുടെ ഈ വേർപെട്ട സഭ അത് ബ്രദറൻ സഭ എന്നറിയപ്പെടാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആരാ പേര് കൊടുത്തത്? അവരൊരുമിച്ച് ചേർന്ന് അങ്ങ് തീരുമാനിച്ചോ നമ്മൾ ബ്രദറൻ സഭ എന്ന് നമുക്ക് നമ്മുടെ പരിചയം അങ്ങനെ ആയിരിക്കട്ടെ എന്ന്? അങ്ങനെയാണോ? നമ്മൾ ബ്രദറൻ ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം. അതിന് ഏറ്റവും അനുഗ്രഹീതമായ ഒരു പുസ്തകം ഡോക്ടർ അലക്സാണ്ടർ കുര്യൻ എഴുതിയിട്ടുണ്ട്. ഞാൻ പ്രിയ സൂസമാമയുടെ ബ്രദർ മോൻസിച്ചായൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. ഫീബ, അതായത് ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യൻ ബ്രദറൻ ഇൻ അമേരിക്ക, അവർ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. ഡോക്ടർ അലക്സാണ്ടർ കുര്യൻ, രാജു അങ്കിൾ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിൽ ഏറ്റവും നല്ല ഒരു പുസ്തകമാണ് ദിസ് വി ബിലീവ് എന്നുള്ളത്. ബ്രദറൻ ഉപദേശത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യങ്ങൾ ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചെഴുതിയിരിക്കുന്നൊരു പുസ്തകമാണ്. ഞങ്ങളിതിപ്പോൾ മലയാളം അതുപോലെ മറ്റ് ഭാഷകൾ തർജ്ജമ ചെയ്യാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. തുടക്കമൊന്നും ആയിട്ടില്ല. എന്നാൽ അത് ഓരോ വിശ്വാസികളും, വേർപെട്ട വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടിയ, പഠിച്ചിരിക്കേണ്ടിയ ഒരു പുസ്തകം തന്നെയാണ് ദിസ് വി ബിലീവ്. മറ്റുള്ളവരാണ് ഈ ദൈവമക്കളുടെ സാഹോദര്യ സ്നേഹം കണ്ട് അവർ വിളിക്കാനായിട്ട് തുടങ്ങിയത്. ഇവർ മധ്യത്തിൽ എന്തോ ഒരു ബന്ധമാണ്, ദ ബ്രദർലി ലവ്. അതിന് കാരണം എന്താണ്? നാം ഏക പിതാവിൻ്റെ മക്കളാണ്. അവർ ഫാദർ ഈസ് വൺ. നമ്മുടെ രക്ഷിതാവ് ഒന്നാണ്. അവർ സേവിയർ ഈസ് വൺ. നമ്മുടെ പ്രത്യാശ ഒന്നാണ്. അവർ ഹോപ്പ് ഈസ് വൺ. നമ്മുടെ എത്തിച്ചേർന്ന സ്ഥലം ഒന്നാണ്. അവർ ഡെസ്റ്റിനി ഈസ് വൺ. അതുകൊണ്ട് ഈ ഭൂമുഖത്തായിരിക്കുന്ന സമയത്ത് നമ്മുടെ മധ്യത്തിലെ ബന്ധം, ആ സഹോദര ബന്ധം, ഇവിടെ മനോഹരമായൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ. ദാറ്റ് ഷുഡ് കണ്ടിന്യൂ. ലെറ്റ് ദ ബ്രദർലി ലവ് കണ്ടിന്യൂ. ഈ സ്ഥല സഭയിലെ എല്ലാ കുടുംബങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ നമ്മൾ കൂടി വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അനിഷ്ടം ചിലപ്പോൾ നമുക്ക് കാണും. എനിക്ക് എൻ്റെ ചില എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നാം എല്ലാവരും ഏക പിതാവിൻ്റെ മക്കൾ, ഏക രക്ഷിതാവിൻ്റെ മക്കളായതിനാൽ സഹോദര പ്രീതി അത് നിലനിൽക്കട്ടെ. ലെറ്റ് ദ ബ്രദർലി ലവ് കണ്ടിന്യൂ. കുടുംബ ബന്ധമല്ല ഇവിടെ ഓർപ്പിപ്പിക്കുന്നത്. ആ കുടുംബ ബന്ധത്തിൽ ഉപരിയായിട്ടുള്ള സ്നേഹബന്ധം ആണ് മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് എന്നെ ഇപ്പോഴും ഈ കൂട്ടത്തിൽ ഒരു ഭാഗമാക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ചിലര് കുടുംബ ബന്ധത്തെക്കാട്ടിലും കൂടുതൽ സ്നേഹത്തോടുകൂടി എന്നെ സ്നേഹിച്ചു, എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചു. ആ സ്നേഹബന്ധം കാരണമാണ് ഞങ്ങളിപ്പോഴും ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്നത്. ലെറ്റ് ദ ബ്രദർലി ലവ് കണ്ടിന്യൂ. രണ്ടാമത്തേത് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഇംഗ്ലീഷിൽ അവിടെ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. ബി നോട്ട് ഫോർഗെറ്റ്ഫുൾ ടു entertain strangers. Be not forgetful to entertain strangers, for thereby some have entertained angels unawares. ഇംഗ്ലീഷിലാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. Don't be forgetful to entertain strangers. ജോൺ കുര്യൻ അങ്കിൾ നമ്മുടെ സഭയിൽ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, അങ്കിൾ എൻ്റെ വീട്ടിലും വന്നൊരു നേരം ഒന്ന് ചോറ് കഴിച്ചിട്ട് പോകണം. വേണ്ട, ഒരു ദൈവദാസൻ വേണ്ട, ഒരു മുഖപരിചയമില്ലാത്ത അപരിചിതനായ ഒരു വിശ്വാസി നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നാൽ ആഹാരം കൊടുക്കുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തെ ക്രിസ്തീയ സ്നേഹത്തിൽ ബന്ധപ്പെടുവാനും അദ്ദേഹമായിട്ടൊരു ബന്ധം സ്ഥാപിപ്പാനും എത്രമാത്രം നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. അങ്ങനെയുള്ളൊരു ചിലർ ഈ സഭയിലുണ്ട്. ആരും വില കൽപ്പിക്കാത്ത അവരെ
വില കൊടുത്ത് സ്നേഹിക്കുന്ന കുടുംബം നമ്മുടെ സഭയിലുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എനിക്കറിയാം. എല്ലാവരും അവഗണിച്ച് വിടുമ്പോഴും ആ കുടുംബം ചിലപ്പോൾ പറയും, ബ്രദറെ വീട്ടിലോട്ട് വാ, ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് പോകുക. അങ്ങനെയുള്ള കുടുംബങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ കാര്യമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്. അപരിചിതരായിട്ടുള്ള ചിലർ വന്നപ്പോൾ അബ്രഹാം അവരെ സൽക്കരിച്ചു. ഏത് വിധത്തിലാണ് സൽക്കരിച്ചത് അതെല്ലാം നമുക്കറിയാം. ബി നോട്ട് ഫോർഗെറ്റ്ഫുൾ ടു എൻ്റർടൈൻ സ്ട്രേഞ്ചേഴ്സ്. മൂന്നാമത്തേത് 3-ാം വാക്യത്തിലാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് 3-ാം വാക്യത്തിൽ, നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തു കൊള്ളുക. ശാരീരിക രോഗത്തെക്കുറിച്ചും അതിലുപരിയായിട്ട് പറയുന്നൊരു വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് റിമെമ്പർ ദം ദറ്റ് ആർ ഇൻ ബോൺസ് ആസ് ബൗണ്ട് വിത്ത് ദം. എന്താണ് എൻ്റെ അർത്ഥം? അവർ തടവിലായിരിക്കുന്നു കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി. ആ സ്ഥിതിയിലായ പോലെ തന്നെ അവരെ ഓർക്കുകയും കരുതുകയും ചെയ്യാം. And them which suffer adversity as being yourselves also in the body. ഭാരത ഭൂഖണ്ഡത്തിലെ സ്ഥിതി നമുക്കറിയാം. എത്രയോ പേരാണ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. അവരെ പ്രാർത്ഥനയിൽ വഹിക്കാനായിട്ട് നമ്മൾ എന്ത് മുൻകൈ എടുക്കുന്നു? ചിലരുടെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നു, ചിലരുടെ കാര്യം നമ്മൾ അറിയുന്നു പോലുമില്ല. അന്വേഷിച്ച് പോയി അവരെ ഒന്നുമില്ലെങ്കിലും കൃപയുടെ സിംഹാസനത്തിൻ്റെ അരികിൽ ഓർക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. വിവാഹ ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ വിവാഹ നിശ്ചയ ശുശ്രൂഷകളിലെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമാണ്. അതിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു വാക്യമല്ല അത്. നമ്മുടെ സഭകളിൽ ഇതിൻ്റെ മാന്യത്തെക്കുറിച്ചും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാ ഇത് സ്ഥാപിച്ചത് അതിനെക്കുറിച്ച് അടുത്ത തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? എന്താണ് ഈ വിവാഹം? എന്തുവാ ദൈവം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? വിവാഹബന്ധത്തിലുള്ള കുടുംബങ്ങൾ ഒരു ദേശത്തുള്ളപ്പോൾ ആ ദേശത്തിൻ്റെ ശക്തി എന്തുമാത്രമാണ്. ഇന്ന് ക്രിസ്തീയ രാജ്യമായ അമേരിക്കയുടെ അധപതനത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ദൈവിക വിവാഹ ബന്ധത്തെ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് മനുഷ്യന് തോന്നുന്ന പോലെയുള്ള വിധത്തിലുള്ള ബന്ധങ്ങളാണ് ഇന്നവിടെ കാണുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയ, ഇത്രയും അറിവും ഇത്രയും അൾട്രാ മോഡേൺ ഇതായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്ത് മനുഷ്യനും മൃഗവും തമ്മിൽ വിവാഹബന്ധത്തെ അവർ ലീഗലി അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. Can you imagine? A person and an animal, they get into marriage bond. എന്തോ അധപതനമാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നമ്മുടെ വേർപെട്ട ദൈവജനത്തിന് മധ്യേ കേട്ടുകേൾവിയില്ലാത്ത ഒരു വിഷയം ഇന്ന് നിത്യ കുടുംബ പ്രശ്നവും വിവാഹമോചനവും പുനർവിവാഹവും എന്നീ കാര്യങ്ങൾ has become so common. കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് നാം പ്രസംഗിക്കുന്നത് വിവാഹവേദിയിൽ അല്ലെങ്കിൽ വിവാഹ നിശ്ചയവേദിയിൽ. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രാധാന്യത, ദൈവവചന പ്രകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാധാന്യത എന്താണെന്നുള്ളത് പഠിപ്പിക്കേണ്ട വേദി സഭയിലാണ്. സമയം കഴിഞ്ഞിരിക്കുന്നു, ഞാൻ അവസാനിപ്പിക്കാം. അടുത്തത് പറയുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അതൊരു മുന്നറിയിപ്പായിട്ടാണ് കൊടുക്കുന്നത്. ഈസ് ഗിവിങ് എ വാർണിംഗ്. ഈ കാര്യം പറഞ്ഞ് ഇത് നിർമ്മലവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയുന്ന കാര്യമാണ്. 5-ാം വാക്യത്തിൽ നോക്കുക. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തത് ആയിരിക്കട്ടെ. അതായത് ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട് ജീവിക്കണം. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയുന്നുണ്ടല്ലോ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഞാൻ ഇനി എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ? What do you read in English, Johnson? Verse 5, 13:5.
Read loudly. Let your conduct be without covetousness. Be content with such things as you have. Yeah, without covetousness. ഞാൻ വിവരിക്കാനായിട്ട് എനിക്ക് സമയമില്ല, അവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്തത് 7ഉം 8ഉം വാക്യങ്ങൾ ദൈവമക്കൾ ഭവനത്തിൽ പോയി വായിക്കുക. നമ്മളെ നടത്തിയവരെ നാം ഓർക്കണം, മറന്നു പോകരുത്. എന്നാൽ അവർ നമ്മുടെ ജീവിതത്തിൽ ഒരു കാണപ്പെട്ട ദൈവമായി മാറരുത്. കേരള സഭകളിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് പിതാക്കന്മാർ ചെയ്തു വന്നതുപോലെ. നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിതാക്കന്മാർ ചെയ്തു വന്നത് 100% എല്ലാം ശരിയാണോ? അതൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് നമ്മളെ നടത്തിയവരെ, ആത്മീയമായിട്ട് നടത്തിയവരെ തീർച്ചയായിട്ടും ഓർക്കണം. അവർ മറക്കരുത്. അവരുടെ ജീവാവസാനവും ഓർക്കണം. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത് 8ാം വാക്യം, അതിൽ കൂടെ ഞാൻ അവസാനിപ്പിക്കാം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. 13ാം അധ്യായത്തിലെ 3 മാറ്റമില്ലാത്ത സത്യങ്ങളാണ്. 1, നമുക്ക് വേണ്ടി ഒരുക്കുന്ന മാറ്റമില്ലാത്ത നഗരം. In chapter 13 we have 3 unchanging truths. Number 1, he is preparing the unchanging place for us. മാറ്റമില്ലാത്തൊരു നഗരം നമുക്ക് വേണ്ടി അവൻ ഒരുക്കുന്നു. അതിനുവേണ്ടി നാം കാത്തിരിക്കുന്നു. മാറ്റമില്ലാത്തൊരു വ്യക്തിത്വം, the unchanging person, our Lord Jesus Christ, is the same yesterday, today and forever. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. And we also have an unchanging promise. 5ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, He has said, I will never leave you nor forsake you. ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. അത് പറഞ്ഞിരിക്കുന്നത് ഏത് കാര്യം പറഞ്ഞിട്ടാണ്? ഉള്ളതിൽ തൃപ്തിപ്പെടുവിനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ സത്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ബി കണ്ടന്റ്. അത്യാഗ്രഹം വേണ്ട. ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം, അത്യാഗ്രഹം വേണ്ട. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, He will never leave you nor forsake you. ഈ സത്യത്തിൽ ആശ്രയിച്ച് നമ്മുടെ പ്രായോഗിക ജീവിതം, when we enjoy the better things in our life, let us behave as His children and live a Christ-centered life here on this earth. ഒരു ക്രിസ്തു കൈന്ദ്രിക ഒരു ജീവിതം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ കർത്താവ് നമ്മെ ഇവരെയും സഹായിക്കട്ടെ.